സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി ഇന്ന് വീണ്ടും ചർച്ച നടത്തും എന്നുള്ളതാണ്. നാളെ പണിമുടക്ക് ആരംഭിക്കാനിരിക്കെയാണ് ചർച്ച നടക്കുന്നത്. മീര മനോഹരനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മീര, പലവിധമായ ആവശ്യങ്ങളുണ്ട് സ്വകാര്യ ബസ് ഉടമകൾക്ക്, പ്രത്യേകിച്ച് ഈ പെർമിറ്റ് വർധനവ്, അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിലൊരു തീരുമാനമുണ്ടാക്കാൻ തുടങ്ങി പലവിധ ആവശ്യങ്ങളുണ്ട്. ഇതൊന്നും നേരത്തെയുള്ള ചർച്ചയിലൊന്നും അതിൽ തീരുമാനമായിരുന്നില്ല. ഇപ്പോൾ എന്തൊക്കെയാണ് ബസ് ഉടമകളുടെ പ്രതീക്ഷ? ചർച്ച എപ്പോഴാണ്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 16-ാം തീയതി ആയിരുന്നു ഇത്തരത്തിൽ ബസ് ഉടമകളുമായി മന്ത്രി ചർച്ച നടത്തിയതിൽ ഒരു വിഭാഗം ഈ സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്നാൽ ഒരു വിഭാഗം അപ്പോഴും സമരം തുടരുമെന്ന നിലപാടായിരുന്നു എടുത്തത്. ആ വിഭാഗവുമായിട്ടാണ് ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിയോടുകൂടി മന്ത്രിയുടെ ചേംബറിൽ വെച്ച് ചർച്ച നടക്കുന്നത്. സേതു പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായും ഈ വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർധനവ്, അത് നിലവിൽ 1 രൂപയാണ്, അത് 5 രൂപയെ വർദ്ധിപ്പിക്കുക. ഒപ്പം ഈ ബസ് ജീവനക്കാർ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ആവശ്യം, കൂടാതെ 140 കിലോമീറ്ററിലധികം വരുമ്പോഴുള്ള പെർമിറ്റുമായി ബന്ധപ്പെട്ട കാര്യം, ഈ 3 വിഷയങ്ങളിലാണ് പ്രധാനമായും ബസ് ഉടമകൾ, സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്ക് ആഹ്വാനം ചെയ്തത്. ആ വിഷയങ്ങളിലാണ് ഇപ്പോഴും ഇന്നും ചർച്ച തുടരുമെന്ന് മനസ്സിലാക്കുന്നത്. പ്രധാനമായും നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ, ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ എന്നിവരാണ് നേരത്തെയുള്ള ചർച്ചയിൽ അവരുടെ മന്ത്രിയുടെ തീരുമാനത്തിൽ വിരുദ്ധമായൊരു നിലപാടെടുത്തത്. അതായത് പണിമുടക്ക് തുടരും എന്ന നിലപാടെടുത്തത്. അവരുമായാണ് ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി മന്ത്രി ചർച്ച നടത്തുന്നത്. എന്തായാലും നാളെയായിരുന്നു 22-ാം തീയതി മുതൽ ആണ് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ചയിലൊക്കെ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. കാരണം ഈ KSRTC ബസ്സുകൾ ഉണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും പ്രൈവറ്റ് ബസ്സുകൾ ആണ് സാധാരണക്കാരുടെ ആശ്രയം. അപ്പം അവരൊരു പണിമുടക്കിലേക്ക് പോകാന്ന് വെച്ചാൽ നമുക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നാണ് സാരം. പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ ചർച്ചയിൽ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാവട്ടെ.